ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കിഴി ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്, അതും കല്ലുമ്മക്കായ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സാധാ ചിക്കൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ ചിക്കന് പകരമായിട്ട് കല്ലുമ്മക്കായ ഇട്ടാൽ പോരെ എന്നുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കല്ലുമ്മക്കായ വെച്ചിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ബിരിയാണി ആയിക്കോട്ടെ തയ്യാറാക്കുമ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ 1-2 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണി എന്നല്ല നോൺ വെജ് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വലിയ ഉള്ളിയാണ്. ഞാനിവിടെ 6 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസിനും കൂടി കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ നല്ല കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, നമുക്ക് ഇത് മുറിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരണ്ടിയാൽ ഇത് വിട്ട് കിടക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇതാ മസാല തയ്യാറാക്കാനായിട്ടുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഓണിയൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഓയിലിനെക്കാട്ടും കുറച്ചധികമായിട്ട് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ചധികമായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുഴുവൻ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ ഉള്ളിയൊന്നും നമ്മൾ വാട്ടിയെടുക്കുകയല്ല, ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് നന്നായിട്ട് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഉള്ളി വാട്ടിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഡബിൾ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിപ്പോൾ എന്തായാലും നല്ലൊരു ഗോൾഡൻ കളർ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കളർ ആവുന്ന സമയത്ത് വേണം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അത് നല്ല ബ്രൗൺ ആവാനിരിക്കണ്ട, അപ്പോൾ നമ്മുടെ മസാലയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് എല്ലാ ബിരിയാണിയിലും തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. കാഷ്യൂ നട്ട്സ് വേണം, അതുപോലെ കിസ്മിസും വേണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ രണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കാഷ്യൂ നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന ടൈമിൽ നമുക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. അതായത് ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കല്ലുമ്മക്കായ റെഡിയാക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കല്ലുമ്മക്കായ ഇങ്ങനെ തോട് കളഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ നമ്മളിതൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷമുള്ള വെള്ളത്തിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അതിലേക്ക് ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാശ്മീരി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ സമയം ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക്, അതായത് ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പ്, പിന്നെ കല്ലുമ്മക്കായ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെച്ചേക്കാം. ഇത് നമ്മൾ നേരത്തെ ഒണിയനും കാഷ്യൂസൊക്കെ ഫ്രൈ ചെയ്ത ഓയിലാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 1/4 ഭാഗം മാറ്റി വെക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം അവിടെ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുക. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കല്ലുമ്മക്കായൻ്റെ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ വെള്ളം ഒഴിവാക്കി അത് മാത്രം ഇട്ട് പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കടിച്ചാൽ പൊട്ടാത്ത പോലെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ
ഇതിപ്പം 2.5 കിലോ, അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, 2.5 കിലോ കല്ലുമ്മക്കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ നമ്മൾ നോർമൽ ഫ്രൈ ആകുന്ന സമയത്ത് എടുക്കേണ്ട പകുതി എണ്ണ മതി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് നേരത്തെ ഞാനിതിൻ്റെ ക്വാണ്ടിറ്റി പറയാൻ വിട്ടുപോയതാണ്. അതായത് ഇങ്ങനെ വെള്ളത്തോട് കൂടി ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ വേണേൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും, ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അല്ലാതെ ചെയ്യുമ്പോൾ നമുക്കിത് മുഴുവനും വേവുന്ന വരെ അത്രയും എണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിത് ഇട്ട സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ റെഡിയാക്കുന്നത് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി. അപ്പോൾ ഇത് മൂന്നുമാണ്. ചെറിയുള്ളിയുടെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതലായിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അത്ര വെളുത്തുള്ളി വേണ്ട. വെളുത്തുള്ളി ഞാനിവിടെ ഒരു അരപ്പിടിയോളം എടുത്തിട്ടുണ്ട്. അതേസമയം ചെറിയുള്ളി ആണെങ്കിൽ ഒരു പിടിയിലധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എരിവ് കുറവുള്ള ഒരു പച്ചമുളകാണ് ഇത്. നമ്മൾ ഉണ്ട പച്ചമുളകൊക്കെ ആണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുന്നതും മുറിച്ചെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അരച്ചെടുക്കുമ്പം നമുക്ക് എരിവ് കുറച്ച് അധികമായിരിക്കും ഉണ്ടാവുക. ഞാനിവിടെ ഇതെല്ലാം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചെറുതാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകും ഇതുപോലെ ഒന്ന് 2ആയി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് അരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ നല്ല പഴുത്ത 5 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 4 എണ്ണം മതിയാവും. കഴിയുന്നതും നല്ല പഴുത്ത ഫ്രഷ് ആയിട്ടുള്ള തക്കാളി എടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അരച്ച അതേ ജാറിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴുകിയിട്ടൊന്നുമില്ല. അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ കല്ലുമ്മക്കായുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും തന്നെ കല്ലുമ്മക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പൊരിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ക്രിസ്പി പോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലെ മുഴുവൻ വെള്ളവും വറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പം കല്ലുമ്മക്കായുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും. നല്ലൊരു ബ്രൗൺ കളറിലോട്ട് മാറും എണ്ണ ഒഴിച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായ ഓയിലിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ചധികം ഓയിൽ ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയുടെയും പിന്നെ കാഷ്യൂ നട്ട്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മസാലയ്ക്കും നല്ലൊരു എന്താ പറയുക ഗുണം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മസാലയ്ക്ക് മാത്രമല്ല, നമ്മൾ ആ ഓയിൽ എത്രത്തോളം, അതായത് ഇപ്പോൾ റൈസിനും കൂടി കണക്കാക്കിയിട്ടാണ് സത്യത്തിൽ ഞാൻ ആ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനിതാ അതിലേക്ക് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ അരച്ച് വെച്ചിട്ടുണ്ടായ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ ഈ ബിരിയാണിക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇനി പോയി കാണാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാര്യം പറഞ്ഞേക്കാം. അതിൽ പിന്നെ ഞാൻ ഒരു 2-3 മാസത്തോളം കേടാവാതെ സൂക്ഷിക്കുന്ന രീതിയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതിപ്പോൾ കാണിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ്. ഒരു 1-2 ആഴ്ച മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിൽക്കുമായിരിക്കും, പക്ഷേങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ടായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം, പച്ചമല്ലി. അപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്ക് ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ ബിരിയാണിക്കെന്ന് മാത്രമല്ല നോൺ വെജ് എന്തുണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു പൊടി ചേർത്ത് നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് പറയുന്നുണ്ടെന്ന്. ആ ഒരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും വർക്കാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായ കല്ലുമ്മക്കായ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ഒനിയനിൽ നമുക്ക് റൈസിന് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം. വാഴയില വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കൂട്ടത്തിൽ ഏറ്റവും വലുത് നോക്കിയിട്ടൊന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതുപോലെ ഒന്ന് ചൂട് ആക്കിയിട്ട് എന്താ പറയുക ഇല വാട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കിഴിയൊക്കെ കെട്ടുമ്പോൾ പൊട്ടിപ്പോവാതെ കിട്ടും. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ മസാലയാണ്. നേരത്തെ കണ്ടതിനെക്കാട്ടും കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മസാല നേരത്തെ തന്നെ തയ്യാറാക്കുക. അതിപ്പോൾ എന്തിൻ്റെ ബിരിയാണി ആയാലും ശരി, ആദ്യം മസാല തയ്യാറാക്കി അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുമ്പം നേരത്തേക്കാട്ടും ടേസ്റ്റ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇതാ ഞാനിവിടെ ബിരിയാണി റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ മുന്നേ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഞാൻ റൈസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ റൈസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കട്ട കെട്ടാതെ നീളത്തിൽ തന്നെ കിട്ടുന്ന ഇത് എങ്ങനെയാണ് അതിൻ്റെ ടിപ്പ് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. നമ്മൾ എടുക്കുന്ന അരിക്ക് ഡബിളായിട്ടുള്ള വെള്ളം എടുക്കുക. പിന്നെ അതുപോലെ നമ്മളിത് അരി കഴുകേണ്ടത് ചൂടുവെള്ളത്തിൽ കഴുകി അതിനുശേഷം 2 തവണ പച്ചവെള്ളത്തിൽ കഴുകി ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. അതിനുശേഷം ഓയിൽ, അതായത് ഞാനിവിടെ നേരത്തെ ഓണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ അതിൽ തന്നെ നമ്മുടെ ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. വറുത്തിട്ട് വേണം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിക്കുമ്പം നല്ല തിളച്ച വെള്ളം എടുക്കുക. അതായത് 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് തിളച്ച വെള്ളം വേണം ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ടൈം നോക്കിയിട്ട്, അതായത് നമ്മൾ ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. വെള്ളം ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണി റൈസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ അരി വേവിക്കുന്ന ടൈമിൽ തന്നെ നല്ല പഴുത്ത വലിയൊരു തക്കാളി കൂടി ചേർക്കാറുണ്ട്. അപ്പം ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് തക്കാളി ചേർക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കിഴി കെട്ടാം. അതിനായിട്ട് ഇതാ ഞാനിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒനിയനും കാഷ്യൂസും കിസ്മിസും ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചോറിട്ട്
ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ കാഷ്യൂസും ഒണിയനും ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇലയുടെ എല്ലാ അറ്റത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കിഴിയാക്കി എടുക്കാം. അതിന് വാഴനാര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെ ഒന്ന് വലിച്ച് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ 4 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്കിലോട്ട് അടിച്ചങ്ങോട്ട് കയറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴി ബിരിയാണി എന്ന് പറയുന്നത്. അതിനിപ്പം കല്ലുമ്മക്കായ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഏത് വെച്ചിട്ടും തയ്യാറാക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ കല്ലുമ്മക്കായുടെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ മസാലയൊക്കെ ഒന്ന് ചേർത്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.